ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുത്തൻ വീഡിയോയിൽ ഹാർദമായ സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മുടെ തുടങ്ങുകയാണ് നമ്മുടെ മുംബൈ യാത്രയുടെ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് മുലുണ്ട് റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അവിടുന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇനിയും ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാം. കാണുക, ഞങ്ങളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ അറിയുന്നതിനോടൊപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റിയും സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ രീതിയെപ്പറ്റിയും കൂടി അറിയാം. മുലൂണ്ട് ഈസ്റ്റിലാണ് ഞങ്ങളുടെ സ്റ്റേ. മുംബൈയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊങ്കൺ മേഖലയിലെ നന്നായി വികസിപ്പിച്ച ഒരു സ്ഥലമാണിത്. താനെയിലേക്കുള്ള ഗേറ്റ് വേ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മുലൂണ്ട് ഈസ്റ്റിലെ ചില പ്രദേശങ്ങളിൽ ഷഹാനി കോളനി, നവ് ഇന്ദ്രപ്രസ്ഥ CHS, ദീൻ ദയാൽ നഗർ മുതലായവ ഉൾപ്പെടുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കണക്ടിവിറ്റി, പച്ചപ്പ്, വ്യവസായങ്ങൾ എന്നിവ കാരണം ഉയർന്ന സാമ്പത്തിക ശേഷി ഉള്ളവരുടെ ഇടയിലും ഇടത്തരക്കാരുടെ ഇടയിലും ജനപ്രിയമാണ് ഈ സ്ഥലം. ടാറ്റ ഹൗസിംഗ് അവേസ, ഗഗൻഗിരി ടവർ, മുലൂണ്ട് സ്കൈ വ്യൂ എന്നിവ ഇവിടെയുള്ള ചില പ്രമുഖ അപ്പാർട്ട്മെന്റ്സ് ആണ്. ഫുട്പാത്ത് നമ്മൾ പൊതുവെ ആൾക്കാർ യൂസ് ചെയ്ത് കാണുന്നില്ല. എല്ലാവരും എൻ്റെ റോഡിൽ കൂടെ നടക്കുന്നു. ഒരു വടാപ്പാവ് കഴിക്കാൻ വേണ്ടി വിഷ്ണുവിന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. ഫുൾ ഫ്ലാറ്റുകളാണ് രണ്ട് സൈഡിലും. ഭയങ്കര ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റ്സുകളും മൊത്തം. ഓർത്ത് നോക്കിയേ, ഒരു ഇത്ര ഏരിയയിൽ തന്നെ എത്ര ആൾക്കാരാണ് താമസിക്കുന്നത്. മാട്ടൊക്കെ ഇഷ്ടം പോലെ മാങ്ങ വിൽക്കുക. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മാങ്ങ കച്ചവടമുണ്ട്. ഈ വലിയ വഴിയിലും അല്ല ഈ തിരക്കേറിയ സ്ഥലത്തും ഇത്രയും ഏറെ മരങ്ങളുള്ളത് വലിയ കാര്യമാണ്. വഴിയിലൊക്കെ നല്ലതായിട്ട് മരങ്ങളുണ്ട്. ഇത് സിറ്റി ക്ലീൻ ചെയ്യുന്ന ഗാർബേജുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന മുനിസിപ്പാലിറ്റിയുടെ വല്ല സർവീസ് ആയിരിക്കും ഇത്. മുംബൈ BMC ക്ലീനപ്പ്. നല്ല ഹെവി മരങ്ങൾ. ഇവിടുത്തെ പല ബിൽഡിങ്ങുകളും ഇതുപോലെ വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങാണ്. വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ. ഞങ്ങൾ താമസിക്കുന്ന റൂമും അത്രയ്ക്ക് നല്ല പഴക്കം ചെന്നതാണ്. അവിടുത്തെ ലിഫ്റ്റ് സർവീസൊക്കെ നമ്മൾ വീഡിയോ കാണിക്കാം. വഴിയിലൊക്കെ ഇതുപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ വഴിയിൽ വിൽക്കാനുണ്ട്. പച്ചക്കറിയും പഴവും മാത്രമല്ല, ഫ്രൂട്ട്സും ചെറിയ സ്പൈസസും എല്ലാം വിൽക്കാനുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ മാർക്കറ്റുകളാണ് മൊത്തം. പഴയ ടൈപ്പിലെ ലോറി കണ്ട സുഹൃത്തുക്കളെ. CNG ഗ്യാസ് കൊണ്ടുവന്നതാണ്. കണ്ടോ, ഇവിടുത്തെ വണ്ടികളുടെയിലൊക്കെ ബെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ബെസ്റ്റ്. എനിക്ക് ഇവിടുത്തെ പ്ലാൻ വല്ലതായിരിക്കും, ഇവിടുത്തെ പ്രൊജക്റ്റ് ആയിരിക്കും ഈ ബസ്സിൻ്റെ. അതിലെല്ലാം മിക്കവാറും ബെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ബസ്സിൽ. കണ്ടോ, ഇങ്ങോട്ട് വരുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിലും കാണും ആ ബെസ്റ്റ്. അതുകൊണ്ട് അതിൻ്റെ മേളിട്ടുണ്ട് ബെസ്റ്റ് എന്ന്. ബെസ്റ്റ്. റോഡിലൂടെയും സെൻട്രൽ റെയിൽവേയിലൂടെയും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലമായതിനാൽ മുലൂണ്ട് ഈസ്റ്റിനെ സബർബുകളുടെ രാജകുമാരൻ എന്നാണ് മുംബൈക്കാർ വിളിക്കുക. നിലവിൽ പണി നടന്നുവരുന്ന മുംബൈ മെട്രോ ലൈൻ 4 ഈ മുലൂണ്ട് ഈസ്റ്റിലൂടെയാണ് കടന്നുപോകുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ പണി കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് സബർബൻ ട്രെയിനിൽ ഇന്ന് സഞ്ചരിക്കാം. ഇതാണ് മുലൂണ്ട് റെയിൽവേ സ്റ്റേഷന്റെ കവാടം. മുംബൈ സബർബൻ റെയിൽവേ ശൃംഖലയുടെ സെൻട്രൽ ലൈനിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മുലൂണ്ട് റെയിൽവേ സ്റ്റേഷൻ. 1920 തുടങ്ങിയ ഈ സ്റ്റേഷന്റെ ചരിത്രത്തിൽ 2003 മാർച്ച് 13 ഒരു കറുത്ത അധ്യായമാണ്. അന്നാണ് 10 പേർ കൊല്ലപ്പെടുകയും 70 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ബോംബ് സ്ഫോടനമുണ്ടായത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇവിടെ എല്ലാം 360 ക്യാമറകളുടെ വലിയ സർവേലൻസ് ഉണ്ട്. വേസ്റ്റുകൾക്ക് ഇടാനുള്ള വേസ്റ്റ് ഡസ്റ്റ്ബിന്നുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ പാസഞ്ചേഴ്സിനുള്ള ലിഫ്റ്റ് സർവീസ് ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വിഷ്ണു പോയിക്കൊണ്ടിരിക്കുകയാണ്.
പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ പോകുന്നത്. അവിടെ അടുത്താണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അതൊരു ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ, സബർബൻ ട്രെയിൻ. ഇദ്ദേഹത്തെ ഒരു ട്രെയിനിൽ നമുക്ക് കയറി പോകേണ്ടത്. പോകുന്ന വഴിക്ക് അവിടെ ഒരു കടയിലെ ചില്ലുകൂട്ടിലെ ഒരു പലഹാരം കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നി. ക്രീം റോളാണ്. ഒരെണ്ണത്തിന് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. കാര പോലെ മുരിഞ്ഞ ആ റോളിന്റെ നടുക്ക് കുറച്ച് ക്രീം, അതാണ് സംഗതി. കൊള്ളാം, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. ഈ സബർബൻ ട്രെയിൻ സിസ്റ്റം മറാഠി ഭാഷയിൽ മുംബൈ ഉപനഗരീയ റെയിൽവേ എന്നും നാട്ടുഭാഷയിൽ ലോക്കൽ ട്രെയിൻ എന്നും അറിയപ്പെടുന്നു. ഇവിടെ ആകെ 4 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ ആദ്യ 2 സ്ലോ ട്രെയിനിന് വേണ്ടിയും മറ്റു 2 അതായത് 3ഉം 4ഉം ഫാസ്റ്റ് ട്രെയിനിന് വേണ്ടിയുമാണ്. 1ഉം 3ഉം പ്ലാറ്റ്ഫോമുകൾ ഇവിടെ നിന്നും താനയിലൂടെ പോകാനും 2ഉം 3ഉം പ്ലാറ്റ്ഫോമുകൾ ദാദർ, CST തുടങ്ങിയ സ്റ്റേഷനിലേക്കുള്ളതുമാണ്. ഇവിടെ ഞങ്ങൾ AC ട്രെയിനാണ് ഇപ്പം ട്രൈ ചെയ്യുന്നത്. സാധാരണ സബർബൻ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 5 രൂപയൊക്കെ വരുന്നത്. ഇതിനാണ് മിനിമം റേറ്റ് 5 രൂപയാണ്. ഇതാണെങ്കിൽ 50 രൂപയാണ്. മിനിമം റേറ്റ് എന്ന് പറയത്തില്ല അരിയും. എന്തായാലും ഇപ്പോൾ നമ്മൾ ഘാട്ട്കോപ്പർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത്. അതെ, അവിടെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഫസ്റ്റ് മെട്രോ ആണെന്ന് തോന്നുന്നില്ലേ? അല്ല, നമ്മളെ പോകുന്ന ലൈനിലെ ഫസ്റ്റ് സ്റ്റേഷനാണ് മെട്രോ. അവിടെ തുടങ്ങുന്നത്. അതെ, അവിടെ തുടങ്ങുന്ന അവിടെ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ് 50 രൂപയാണ്. അപ്പം ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു 1/4 മണിക്കൂറുടെ കാണുമായിരിക്കും. ഇനി 30 മിനിറ്റ് കാണുമായിരിക്കും എന്തായാലും. നമ്മളിപ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഫാസ്റ്റ് AC ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സ്ലോയും ഫാസ്റ്റും 2 ട്രെയിനും തമ്മിൽ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ പരസ്യങ്ങൾ പതിച്ച ഫുൾ മൂടി മറച്ച AC ട്രെയിൻ വന്ന് അതിൽ കയറുവാണ്. മറ്റേ ലോക്കൽ ട്രെയിനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ വാതിലും വിൻഡോയും. എങ്കിലും ഉൾവശം വളരെ സാമ്യമായി തോന്നി. നല്ല വൃത്തിയുള്ള ട്രെയിനാണ്. സ്വാഭാവികമായും ഈ ട്രെയിനിലെല്ലാം തന്നെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് സീറ്റ് കിട്ടണമെങ്കിൽ കുറെ ദൂരം യാത്ര ചെയ്യുന്നവർക്കേ അതിനുള്ള സാധ്യതയുള്ളൂ. എങ്കിലും AC ആയ കാരണത്താൽ ചൂടില്ലാതെ സുഖമായി നിൽക്കാൻ കഴിയും. ഇത് ഫാസ്റ്റ് ട്രെയിൻ ആണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ എക്സ്പ്രസ് ട്രെയിൻ വരെ പിടിച്ചിടുമല്ലോ എന്തിനു വേണ്ടി? വന്ദേ ഭാരത് പോകാൻ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ലോക്കൽ ട്രെയിൻ മുമ്പേ പോകും, വന്ദേ ഭാരത് പിന്നാലെ വരും. ഇനി അല്ലെങ്കിലോ ഇതുപോലെ സ്ലോ ചെയ്ത് അവരെ കയറ്റി വേണ്ടി വരും. ലോക്കൽ ട്രെയിനിനെ വന്ദേ ഭാരത് കയറ്റി വിടണം. തിങ്ങി നിറഞ്ഞ ആളുകൾ നിന്നാലും AC ആയതിനാൽ ഉഷ്ണമില്ലാതെ എല്ലാവർക്കും പോകാം. എന്നാൽ സാധാരണ സബർബൻ ട്രെയിനിന്റെ പ്രത്യേകതയും യാത്രാവിശേഷവും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കൊച്ചുകുട്ടികൾ ഒഴികെ എല്ലാ പ്രായത്തിലുള്ള യാത്രക്കാരെയും നമുക്കിവിടെ കാണാം. പലരും ഈ തിക്കിലും തിരക്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്. കാരണം ഇവിടുത്തെ തിരക്കെട്ട ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഇടവേള ഈ യാത്രാ സമയമായതുകൊണ്ടാവാം അവരിങ്ങനെ മുതലാക്കുന്നത്. ട്രെയിനിന്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ മുഴുവൻ മൂടിക്കിടക്കുവാണെങ്കിലും അകത്ത് നിന്ന് നമുക്ക് പുറത്തെ കാഴ്ചകൾ വിൻഡോയിലൂടെ കാണാൻ സാധിക്കും. ട്രെയിനിന്റെ ഉള്ളിൽ ഇലക്ട്രോണിക് LED ഡിസ്പ്ലേയിൽ സ്ഥലത്തിന്റെ പേരെഴുതി കാണിക്കുന്നത് പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ ഉപകാരപ്പെടും. ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. സ്റ്റോപ്പിൽ ഡോർ തുറക്കാൻ നേരം അലാം അടിച്ച് ലൈറ്റ് മിന്നിയാണ് തുറക്കാറ്. നിൽക്കാൻ അധികം ആളുകൾ ഉണ്ട് എന്ന് പരിഗണിച്ച് കുറെ പിടികൾ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ സേഫായും സുഖമായും യാത്ര ചെയ്യാൻ ഈ ട്രെയിനിൽ സാധിക്കും. നമ്മളീ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഘാട്ട്കോപ്പർ എന്നാണ്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ഒരു 20 മിനിറ്റുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തി. ഇറങ്ങുവാണ്. ട്രെയിനിൽ ഇടിച്ചു കുത്തി കയറാൻ നിൽക്കുന്നവരുടെ ഇടയ്ക്കൂടെ ദാ പുറത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന ട്രെയിൻ ദാണ്ട പോന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ദാ വരുന്നു നമ്മൾ വഴിയിൽ കണ്ട ഹൈസ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത്. ഘാട്ട്കോപ്പർ കിഴക്കൻ മുംബൈയിലെ ഒരു പ്രാന്തപ്രദേശം. ഈ സ്ഥലത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഘാട്ട്കോപ്പർ വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റി മാൾ. 1.2 ദശലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മോൾ 350-ലധികം സ്റ്റോറുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ്. ഈ മോളില് 194-ലധികം ഷോപ്പിംഗ് സ്റ്റോറുകളുണ്ട്, 66-ലധികം ഭക്ഷണശാലകളുണ്ട്, 10 വിനോദ മേഖലകളുണ്ട്,
3 ATM സൗകര്യങ്ങളുണ്ട്, 13 സേവന മേഖലകളുണ്ട്, ഇനോക്സ് ലക്ഷറി മൂവി തിയേറ്റർ ഉണ്ട്. ചൂടുള്ള സമയത്ത് പുറത്തു നടന്ന് പൊള്ളാതെ AC-യുടെ സുഖവും പിടിച്ച് ഇതിനകത്തുകൂടി നടന്നും ഷോപ്പിംഗ് നടത്തിയും ഓരോ കളികളിൽ ഏർപ്പെട്ടും കാഴ്ചകൾ കണ്ടും സമയം ചെലവഴിക്കാം. ചൂട് കുറവുള്ളപ്പോൾ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഇതിന് പുറത്തുള്ള കാഴ്ചയും ഗംഭീരമാണ്. കുടുംബമായി വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം. മുംബൈ മെട്രോയുടെ 1ാം വരിയിലെ ഒരു മെട്രോ സ്റ്റേഷനും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. മുംബൈ മെട്രോ എങ്ങനുണ്ട്, എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ അറിയണ്ടേ? മെട്രോ യാത്രകളുടെ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.